ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന പേരിൽ പരക്കെ പ്രസിദ്ധനായ, ലോകത്തെ ബോക്സിംഗ് ഇതിഹാസങ്ങളിൽ പ്രസിദ്ധനായ ക്ലേഷ്യസ് മെർസിലസ് ക്ലേ ജൂനിയർ എന്ന മനുഷ്യൻ മരണപ്പെട്ടുപോയി. ആരാണ് അദ്ദേഹം? സഹോദരങ്ങളെ, 1942 ജനുവരി മാസം 17-ാം തീയതി അമേരിക്കയിലെ ലൂയിസ് എന്ന് പറയുന്ന സ്ഥലത്ത് ജന്മം കൊണ്ട മനുഷ്യനാണ് മെർസിലസ് ക്ലേ എന്ന് പറയുന്ന മനുഷ്യൻ. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ്? അമേരിക്കക്കാരനായി ജനിച്ച ക്ലേഷ്യസ് ക്ലേ മെർസിലസ് എന്ന് പറയുന്ന ഒരു ചുവരെഴുത്തുകാരന്റെ മകനായി ജനിച്ചയാളാ. ഒരു ചുവരെഴുത്തുകാരന്റെ മകനായി ജനിച്ചയാളാ. നീഗ്രോ വർഗക്കാരനായി ജനിച്ചയാളാ. സുബ്ഹാനല്ലാഹ്. ഞാനിത് പറയാൻ കാരണം എന്താണ്? ഇന്ന് അദ്ദേഹം മരണപ്പെട്ടുപോയി. അദ്ദേഹത്തിന് അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബർ സന്തോഷമാക്കി കൊടുക്കുമാറാകട്ടെ. ക്യാഷ്യസ് ക്ലേ എന്ന് പറയുന്ന മനുഷ്യന്റെ പേരെന്താ? സുബ്ഹാനല്ലാഹ്. സഹോദരങ്ങളെ, മുഹമ്മദ് അലി ക്യാഷ്യസ് ക്ലേ എന്നാണ്. മുഹമ്മദ് അലി ക്യാഷ്യസ് ക്ലേ 1964 അദ്ദേഹം വിശുദ്ധ ഇസ്ലാമിന്റെ പൂങ്കാവനത്തിലേക്ക്, വിശുദ്ധ ഇസ്ലാമിന്റെ രാജപാതയിലേക്ക് അദ്ദേഹം കടന്നു വന്ന മനുഷ്യനാ. എന്തുകൊണ്ടാ സഹോദരങ്ങളെ ക്യാഷ്യസ് ക്ലേ എന്ന് പറയുന്ന മനുഷ്യൻ വിശുദ്ധ ഇസ്ലാമിന്റെ പൂങ്കാവനത്തിലേക്ക് കടന്നു വന്നത്? അദ്ദേഹം ഒരു ബോക്സിംഗ് ഇതിഹാസമായിരുന്നു. അദ്ദേഹം ഒരു ബോക്സിംഗ് ഇതിഹാസമായിരുന്നു. അമേരിക്കക്കാർക്കിടയിൽ അറിയപ്പെട്ടൊരു വലിയ ബോക്സിംഗ് ഇതിഹാസം എന്ന് പറഞ്ഞാൽ 61 പോരാട്ടങ്ങൾ അദ്ദേഹം ഏർപ്പെട്ടു. 61 പോരാട്ടങ്ങൾ. 56 പോരാട്ടങ്ങളിലും അദ്ദേഹം ജയിച്ചിട്ടുണ്ട്. 61 പോരാട്ടങ്ങൾ നടത്തി 56 പോരാട്ടങ്ങളിലും വിജയം വരിച്ച ക്യാഷ്യസ് ക്ലേ എന്ന് പറയുന്ന കറുത്ത വർഗക്കാരനായ, അമേരിക്കയെ നല്ല ലോകത്ത് തന്നെ കിടുകിടാ വിറപ്പിച്ച വലിയ ബോക്സിംഗ് ഇതിഹാസം. സഹോദരങ്ങളെ, എന്ത് സംഭവിച്ചു? ലോക ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് അദ്ദേഹം നേടിയിട്ടുണ്ട് 3 തവണ. ഒളിമ്പിക്സ് ചാമ്പ്യൻഷിപ്പ് നേടിയിട്ടുണ്ട് അദ്ദേഹം 3 തവണ. അദ്ദേഹം ആ ഒളിമ്പിക്സിൽ വലിയ പദവി നേടിയിട്ടതാ അമേരിക്കയുടെ ജല്ലികളിലേക്ക് കടന്നു ചെല്ലുകയാണ്. അമേരിക്കയിലെ ലൂയിസ് എന്ന് പറയുന്ന തന്റെ ജന്മസ്ഥലത്തിന് സമീപമുള്ള പ്രദേശങ്ങൾ, ലൂയിസ് വെല്ലിയുടെ സമീപ പ്രദേശത്തേക്ക് അദ്ദേഹം കടന്നു ചെല്ലുമ്പോൾ നീഗ്രോസ് നോ എൻട്രി എന്ന ബോർഡ് കാണുകയാണ്. നീഗ്രോസ് നോ പെർമിഷൻ എന്ന ബോർഡ് കാണുകയാണ്. ലോക ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് നേടിയ, ലോക ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് നേടിയ സഹോദരങ്ങളെ, ഒളിമ്പിക്സ് ചാമ്പ്യനായിരുന്ന ക്യാഷ്യസ് മെർസിലസ് ക്ലേ എന്ന് പറയുന്ന മനുഷ്യനുണ്ടല്ലോ, തന്റെ 55 ലക്ഷം രൂപ വിലയുള്ള കാറിലേക്ക് തിരിച്ചു കയറുകയാ. അവിടെ കുറെ വെള്ളക്കാരെന്ന് കളിക്കുകയാ, അവര് ചിരിക്കുകയാ. ക്യാഷ്യസ് ക്ലേ എന്ന് പറയുന്ന ലോകത്തെ അത്ഭുതപ്പെടുത്തിയ വലിയ ഒളിമ്പിക്സ് ഇതിഹാസം കടന്നു വന്നിട്ട് ആ ഹോട്ടലിന്റെ മുന്നിൽ കയറാനാകാതെ, ആ ഹോട്ടലിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാനാകാതെ ആ മനുഷ്യൻ പിന്തിരിഞ്ഞു പോകുന്ന രംഗം കണ്ട് വെള്ളക്കാരായ, വെളുത്ത വർഗക്കാരായ ആളുകൾ ഒരു കറുത്തവനായ ലോകത്തെ അതിജയിച്ച, ഒരു കറുത്തവനായ ലോകത്തെ അത്ഭുതപ്പെടുത്തിയ ക്യാഷ്യസ് ക്ലേ എന്ന് പറയുന്ന ഒളിമ്പിക്സ് മെഡൽ ജേതാവ് ആ ഹോട്ടലിൽ കയറാനാകാതെ മടങ്ങി പോകുന്ന രംഗം കണ്ട് വെള്ളക്കാരായ, വെളുത്ത വർഗക്കാരായ അമേരിക്കക്കാർ ആ ഹോട്ടലിന്റെ മുറ്റത്തെ പാർക്കിൽ നിന്നിട്ട് ക്യാഷ്യസ് ക്ലേയെ കളിയാക്കിക്കൊണ്ട് ചിരിക്കുകയാ, ഊഹിച്ചിരിക്കുകയാ. അവര് പരിഹാസത്തിന്റെ കമൻസുകൾ പറയുകയാ. നീഗ്രോ നീഗ്രോ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ആക്ഷേപിക്കുകയാ. സഹോദരങ്ങളെ, ക്യാഷ്യസ് മെർസിലസ് ക്ലേ എന്ന് പറയുന്ന ലോക ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് നേടിയ ഒളിമ്പിക്സ് ജേതാവായ ക്യാഷ്യസ് ക്ലേ അമേരിക്കൻ തെരുവിൽ നിന്ന് തൊട്ടടുത്ത തെരുവിലേക്ക് പോയപ്പോൾ അദ്ദേഹം ഒരു മനോഹരമായ പള്ളി കാണുകയാ, ഒരു മോസ്ക് കാണുകയാ, ഒരു മുസ്ലിം മസ്ജിദ് കാണുകയാ. ആ മസ്ജിദിന്റെ അകത്തളത്തിലേക്ക് അദ്ദേഹം നോക്കുകയാ. അവിടെ കറുത്തവൻ നടന്നു പോകുന്നു, വെളുത്തവൻ നടന്നു പോകുന്നു. അവിടെ വർണ്ണവൈജാത്യങ്ങളില്ല, അവിടെ ജാതീയതയില്ല, അവിടെ വിഭാഗീയതയില്ല, അവിടെ തമ്മിലടിയില്ല, അവിടെ നീഗ്രോ നോ പെർമിഷനില്ല, നീഗ്രോ നോ എൻട്രി എന്ന ബോർഡ് കാണാനില്ല. ലോക ചാമ്പ്യൻഷിപ്പ് നേടിയ ക്യാഷ്യസ് ക്ലേക്കകത്തേക്ക് കയറുകയാ. അവിടെ കയറി ചെന്നപ്പോൾ അവിടെ നബായത്ത് നിസ്കാരം നടക്കുകയാണ്. ളുഹറിന് ബാങ്ക് വിളിച്ച് നാനാ ജനങ്ങളും ആ
പള്ളിയിൽ ഒരുമിച്ച് കൂടിയിട്ട് അവിടെ ജമാഅത്ത് നിസ്കാരം നടക്കുകയാ. അവിടെ കറുത്തവനോട് ഒന്നിച്ച് വെളുത്തവൻ നിൽക്കുകയാ. രാജാവിന് സ്ഥാനമില്ല, മന്ത്രിക്ക് സ്ഥാനമില്ല, മുതലാളിയെന്നോ തൊഴിലാളിയെന്നോ വൈദാത്യമില്ല. സഹോദരങ്ങളെ, ഒരുമ്മയുടെ മക്കളെ പോലെ തോളോട് ചേർന്ന് കറുത്തവനും വെളുത്തവനും പണക്കാരനും പാവപ്പെട്ടവനും സാധാരണക്കാരനും വലിയവനുമെല്ലാം അല്ലാഹുവാകുന്ന പടച്ചവന്റെ മുന്നിൽ സാഷ്ടാംഗം നമിക്കുന്ന വളരെ മനോഹരമായ രംഗമെന്ന് കണ്ടപ്പോൾ ലോക ഹെവിവെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് നേടിയ ഒളിമ്പിക്സ് ജേതാവായ ലോകത്തെ ബോക്സിംഗ് ഇതിഹാസമായി, ലോകത്തെ വലിയ നേതൃത്വമായി, ലോകത്തെ സ്പോർട്സ് ലോകത്തെ അത്ഭുതപ്പെടുത്തിയ കാഷ്യസ് ക്ലേ എന്ന് പറയുന്ന മനുഷ്യൻ പള്ളിയിലേക്ക് കിടന്നു ചെല്ലുകയാ. ആ പള്ളിയിലെ മുസ്ലിമീങ്ങൾ അദ്ദേഹത്തെ സ്വീകരിക്കുകയാ. കറുത്തവനെ പോരാ എന്ന് അദ്ദേഹത്തോട് പറഞ്ഞില്ല, നീഗ്രോയെ മാറി നിൽക്കണ എന്ന് പറഞ്ഞില്ല, അദ്ദേഹത്തെ സ്വീകരിക്കുകയാ. അവിടുത്തെ പള്ളിയുടെ ഇമാമിന്റെ കയ്യിൽ പിടിച്ചിട്ട് കാഷ്യസ് ക്ലേ എന്ന് പറയുന്ന മെർസിഡസ് ക്ലേ ജൂനിയർ പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. മുഹമ്മദ് എന്ന പേര് സ്വീകരിച്ചു, മുഹമ്മദ് അലി എന്ന പേര് സ്വീകരിച്ചു. അതുകൊണ്ടാണ് സഹോദരങ്ങളെ 1964 പ്രഭാതത്തിൽ ആ അമേരിക്ക എന്ന് പറയുന്ന ലോക പോലീസ് വഴി നടക്കുന്ന രാജ്യമുണ്ടല്ലോ അമേരിക്ക, ആ അമേരിക്കയിൽ ഒരു ചാമ്പ്യൻഷിപ്പ് നേടിയ ഒളിമ്പിക്സ് ജേതാവിനെ കറുത്തവൻ എന്ന് പറഞ്ഞു മാറ്റി നിർത്തപ്പെട്ടപ്പോൾ വിശുദ്ധ ഇസ്ലാം അദ്ദേഹത്തിന് മഹത്വം കൊടുക്കുകയാ, വിശുദ്ധ ഇസ്ലാം അദ്ദേഹത്തിന് സ്ഥാനമാനം കൊടുക്കുകയാ. അങ്ങനെ അദ്ദേഹം വിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്ന മനുഷ്യനാണ്. സുബ്ഹാനല്ലാഹ്. മുഹമ്മദ് അലി കാഷ്യസ് ക്ലേ, അദ്ദേഹത്തിന്റെ ഖബർ അല്ലാഹു സ്വർഗ്ഗമാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബർ സ്വർഗ്ഗമാക്കി കൊടുക്കുമാറാകട്ടെ. വിശുദ്ധ ഇസ്ലാമിന്റെ സൗന്ദര്യം കണ്ട് ആകൃഷ്ടനായി അദ്ദേഹം കടന്നു വന്നു. ഇന്ന് അദ്ദേഹം മരണപ്പെട്ട വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.